മട്ടാഞ്ചേരിയിൽ 59-കാരിയെ കബളിപ്പിച്ച് 3 കോടിയോളം രൂപ തട്ടിയ കേസിൽ പിടിയിലായ സന്തോഷ് തട്ടിപ്പ് സംഘത്തിലെ മുഖ്യകണ്ണിയാണ്. തട്ടിപ്പിന് പിന്നിൽ വലിയ ശൃംഖല പ്രവർത്തിച്ചുവെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. സൊസൈറ്റിയെ മറയാക്കിയായിരുന്നു വെർച്വൽ അറസ്റ്റ് തട്ടിപ്പ്. നിലവിൽ സന്തോഷ് ഉൾപ്പെടെ 5 പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. 24 പ്രൈം ടൈം ബ്രേക്കിംഗ്. മട്ടാഞ്ചേരിയിൽ വീട്ടമ്മയെ കബളിപ്പിച്ച് 2,88 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിലാണ് അന്വേഷണ സംഘത്തിന്റെ അതിവേഗ നടപടി. ഈ മാസം 6-നാണ് മട്ടാഞ്ചേരി സ്വദേശിയായ 59-കാരിയിൽ നിന്നും പണം തട്ടിയെടുത്തത്. വെർച്വൽ അറസ്റ്റിന്റെ പേരിൽ 2,88 ലക്ഷം രൂപയാണ് വീട്ടമ്മയിൽ നിന്നും പലതവണയായി തട്ടിയെടുത്തത്. കള്ളപ്പണ ഇടപാട് കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും അറസ്റ്റിലാണെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയായിരുന്നു തട്ടിപ്പ്. കബളിപ്പിക്കപ്പെട്ടുവെന്ന് മനസ്സിലാക്കിയതോടെയാണ് വീട്ടമ്മ പരാതി നൽകിയത്. പിന്നീട് അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ച പോലീസ് നടത്തിയ അന്വേഷണമാണ് മഹാരാഷ്ട്രയിലേക്ക് എത്തുന്നത്. തട്ടിപ്പ് നടത്തിയത് സൊസൈറ്റിയുടെ മറവിലാണ്. വീട്ടമ്മയുടെ കയ്യിൽ നിന്ന് ലഭിച്ച 51 ലക്ഷം രൂപ ആദ്യം സൊസൈറ്റിയിലേക്ക് മാറ്റി. പിന്നീട് ഡൽഹിയിലെത്തി പല അക്കൗണ്ടുകളിലേക്ക് ഈ പണം മാറ്റുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അന്വേഷണം ഡൽഹിയിലേക്കും മുംബൈയിലേക്കും മാറ്റാനാണ് അന്വേഷണ സംഘത്തിന്റെ നിലവിലെ തീരുമാനം. കേസിൽ സന്തോഷ് ഉൾപ്പെടെ 5 പേർക്കെതിരെയാണ് പോലീസ് എഫ്ഐആർ ഇട്ടിരിക്കുന്നത്. മാ ദുർഗ അർബൻ ക്രെഡിറ്റ് കോർപ്പറേറ്റ് എന്ന സൊസൈറ്റിയിലേക്ക് മാറ്റിയ പണം വിവിധ അക്കൗണ്ടുകളിലേക്ക് പിന്നീട് മാറ്റി. സൊസൈറ്റിയുടെ 4 ബ്രാഞ്ചുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് മറ്റ് 4 പേരെ കൂടി പ്രതി ചേർത്തത്. സന്തോഷിന് പുറമെ സാക്ഷി അഗർവാൾ, വിജയ് ഖന്ന, സഞ്ജയ് ഖാൻ, ശിവ സുബ്രഹ്മണ്യം എന്നിവരാണ് പ്രതികൾ. ഇവരെ പിടികൂടുന്നതിനായി അന്വേഷണം ഡൽഹിയിലേക്കും മുംബൈയിലേക്കും വ്യാപിപ്പിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. വെർച്വൽ തട്ടിപ്പിൽ കൂടുതൽ തെളിവുകൾ ശേഖരിച്ച് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുക എന്നതാണ് പോലീസിന്റെ നിലവിലെ തീരുമാനം. അതിന്റെ ആദ്യ പടി കൂടിയാണ് മട്ടാഞ്ചേരിയിലെ ഈ വെർച്വൽ അറസ്റ്റ്. അൻമരിയ സനി, 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.